ഹലോ ഓൾ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം എനിക്ക് ഈ ടോപ്പിക്ക് ഇങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല. ഈ ഒരു ഇൻസിഡന്റ് എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു ഒറേറ്റ് സ്കിൽ എനിക്കില്ല. ഒരു കഥ പോലെ ഇത് വിവരണം ചെയ്യാനായിട്ട് എനിക്കറിയില്ല. പക്ഷേ 2 ദിവസം മുമ്പ് നടന്ന ഒരു കാര്യം എന്നെ വീണ്ടും ഈ ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാനായിട്ട് ട്രിഗർ ചെയ്ത കാരണം മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എൻ്റെ ചാനൽ ആക്ച്വലി ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ഒക്കെയാണ്. ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസ് പോലത്തെ കോണ്ടന്റ് റിയാക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു മോട്ടീവ്. ഇതുപോലത്തെ ഒരു ടോപ്പിക് എടുത്ത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഈ ഒരു കാര്യം പറയാണ്ടിരുന്നത്. പക്ഷെ ഇത് ഷെയർ ചെയ്യാനായിട്ട് മാത്രം എങ്ങനെ ഇത് അവതരിപ്പിക്കുന്നു എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ കാര്യങ്ങൾ എന്തായാലും പറയാം. ഒരു 7 കൊല്ലം മുമ്പ് ഞാനൊരു കോളേജിൽ അങ്കമാലിത്തെ ഒരു കോളേജിൽ ഞാൻ 2015 ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തൊരു സമയമായിരുന്നു. ഞങ്ങള് ഹോസ്റ്റലേഴ്സ് ആയിരുന്നു. 3 കൊല്ലാണ് ഞങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡേ സ്കോളേഴ്സ് ആയി. ഡേ സ്കോളേഴ്സ് ആയതിനു ശേഷം ഞങ്ങൾ ഞങ്ങൾ ബസ്സിലായിരിക്കും ട്രാവൽ. അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഞാൻ അങ്കമാലിക്ക് എന്നും ട്രാവൽ ചെയ്ത് പോകും. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബസ്സിൽ ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് ഒരു ചേട്ടൻ കയറും. ഈ പുള്ളി എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ഇൻസിഡന്റ് കേട്ടോ. ഞാൻ സീറ്റിലിരിക്കുകയാണ്, അതായത് ലേഡി സീറ്റിൽ 3rd സൈഡിൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഡ്രൈവറിന്റെ ഒരു 5 സീറ്റ് അല്ല 3 സീറ്റ് ബാക്കിൽ ലേഡി സെക്ഷനിൽ ഞാനിരിക്കുന്ന അറ്റത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ ഷോൾഡറിൽ ആരും ചാരി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വെച്ചാൽ അത്രയും തിരക്കാണ്. എനിക്കാണെങ്കിൽ ജെൻസി സൈഡിൽ നിൽക്കുന്നത് ഇറിറ്റേഷനാണ്. ലേഡീസിന് പൊതുവെ ഉള്ളൊരു പ്രശ്നമാണത്. നമുക്ക് അങ്ങനെ ആരും അടുത്ത് കൂടെ പോകണമെന്ന് ഇഷ്ടമില്ല. ജെൻസിനും ഇഷ്ടമല്ല, ലേഡീസിനും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ലീൻ ചെയ്ത് നിൽക്കുന്ന എനിക്ക് ഇങ്ങോട്ട് പിടിച്ചില്ല. അപ്പം ഞാൻ തിരക്കുണ്ട്. അപ്പം എനിക്ക് അങ്ങോട്ട് നോക്കാനും പറ്റുന്നില്ല. എൻ്റെ ബാഗൊക്കെ ഇങ്ങനെ അമർന്ന് ഫ്രണ്ടിലത്തെ ചേച്ചി ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഭയങ്കര റഷ്. ഒരു 4 മണിക്കാണ് നമ്മൾ കോളേജ് വിടുക. അപ്പോൾ ആ ടൈമിൽ നല്ല റഷാണ് ജോലിക്കാർ. അപ്പോൾ ചാലക്കുടി എത്തിയപ്പോഴാണ് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ഞാനാണെങ്കിൽ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടാണ്. അങ്ങനെ സംസാരിക്കുകയും അങ്ങനെ അടി ഉണ്ടാക്കി എന്തെങ്കിലും പ്രതികരിക്കുക അങ്ങനത്തെ ഒരു ടൈപ്പ് ചെയ്യല്ല ഞാൻ. അപ്പോൾ ഇങ്ങനെ ചാരുമ്പോൾ സാധാരണ ഞാനിതൊക്കെ സഹിക്കും. ഇപ്പം ചേച്ചിമാർ വന്ന് ബാഗ് വെച്ചാലും ചിലപ്പോൾ തലക്കിട്ടൊക്കെ ഇടി കിട്ടിയാലും ഞാനൊന്നും മിണ്ടില്ല. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഒന്ന് കുറച്ച് എന്താ പറയുക എക്സ്പ്രഷൻ ഇട്ട് മരിക്കും ഞാൻ. ഒന്ന് മാറും ചേച്ചി, എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ അല്ലാണ്ട് ചില അമ്മൂമ്മമാരൊക്കെ നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് മാറ്, അങ്ങനെ നമ്മൾ ചില ലിറ്റർ തട്ടുന്നവരൊക്കെ ഉണ്ട്. കാലുമ ചവിട്ടിയാലും ചിലവർ നല്ല അയ്യോ സാരില്ലാന്ന് എടുക്കും, ചിലവർ കാലുമ ചവിട്ടി അവർ ഭയങ്കര റിവെഞ്ച് മോഡിൽ അത് എടുക്കും. അപ്പൊ എനിക്കിപ്പോൾ ഞാനൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറായ കാരണം എനിക്ക് ഇത് ഇങ്ങനെ ഡീൽ ചെയ്യുന്നല്ലേ റഷ്. പക്ഷെ ഞാനത് ചേച്ചിമാരുടെ റഷാന്ന് ആക്ച്വലി വിചാരിച്ചത്. പക്ഷെ ലെഫ്റ്റിലോട്ട് നോക്കിയപ്പോഴാണ് ഒരു ചേട്ടൻ ചാരി നിൽക്കുന്നതാണ് വിത്ത് ഹിസ് പ്രൈവറ്റ് പാർട്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ വിചാരിച്ചു ജെൻസിൻ്റെ അവിടെ നിന്ന് തിരക്കുണ്ട്, ഇത് കാരണമായിരിക്കും പുള്ളിയുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ട്, ഇത് കാരണമായിരിക്കും പുള്ളി നിൽക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ ഓക്കെ എനിക്കൊന്ന് പ്രോസസ് ചെയ്യാൻ പറ്റാണ്ട് ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്കത് പ്രോസസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ ഓക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാം, ഓക്കെ അറിയാണ്ടായിരിക്കും ഇയാൾ എന്തിങ്ങനെ കാണിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പുള്ളീൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് ധൈര്യമില്ല. അപ്പം ഞാൻ സൈഡിലോട്ടൊക്കെ നോക്കുന്നുണ്ട്, അവിടെ സീറ്റ് അല്ല അവിടെ സ്പേസ് ഇല്ലേ, അങ്ങോട്ട് എന്നോടെ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. പ്രഷർ തരാം എനിക്ക് എൻ്റെ ഷോൾഡേഴ്സിൽ. ഞാനാണെങ്കിൽ യൂണിഫോമാണ്, കോട്ട് യൂണിഫോമാണ്, ഷർട്ട് അതിൻ്റെ മുകളിലൊരു ജാക്കറ്റ് പാൻറ്. അപ്പോൾ എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായി. പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി പർപ്പസ്ഫുള്ളി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, ഇത് എങ്ങനെ സത്യമാണെന്ന് പ്രൂവ് ചെയ്യും. പുള്ളി എന്നെ നോക്കുന്നില്ല. എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ നമ്മളെ തുറച്ചു നോക്കുന്നവരാണ് തുറച്ചു നോക്കും. ഇങ്ങനത്തെ നെഗറ്റീവ് ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അവർ നമ്മളെ തുറച്ചു നോക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചേഷ്ടകൾ അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ അങ്ങനെ ഉണ്ടാവും. ഈ ചാരി നിന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ഇവർക്ക് എന്താ പറയാ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം കത്താൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഇത് ബസ്സിന്റെ തിരക്ക് കാരണം തിരക്ക് അവിടെ ഒഴിഞ്ഞിട്ട് പോലും പുള്ളി മാറുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചിയെ നോക്കുന്നുണ്ട്. ചേച്ചിയാണെങ്കിൽ പ്രതികരിക്കൊന്നുമില്ല. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ല. അവസാനം എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് കാര്യം പോകണ്ടെന്ന് വെച്ചാൽ, കാരണം പുള്ളി ചാഞ്ഞ് വരാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ പുള്ളി അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. നമ്മുടെ ഫ്രണ്ട്സ് ഒരു ബോയിനെ ഞാൻ വിളിച്ചു, എൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഒരാളെ ഞാൻ വിളിച്ചു. ഇങ്ങനെ ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ട്,
ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ നീ പുള്ളി ഭയങ്കര മോട്ടിവേഷൻ, നീ കത്തടി, നീ തെറി പറയടി, പോട പട്ടിയെന്ന് പറയടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞേ, പുള്ളി മനഃപൂർവ്വമാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അയാളെ കുറ്റക്കാരനാക്കോ, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ഞാൻ പിടിച്ച് അങ്ങനെ പറഞ്ഞ ആൾക്കാർ അയാളെ നോക്കൂല. അപ്പൊ അയാൾക്ക് നാണാവൂലേ? എനിക്കും ഫീൽ ഒഫൻഡ് എന്തൊക്കെയോ ആന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒച്ചപ്പാടുകളുള്ള ധൈര്യമൊന്നും എനിക്കില്ല. പ്രതികരിക്കാം. ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടിന് ഇത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ച് മാറി നിൽക്കണ തെണ്ടിന്ന് പറയാനായിട്ടുള്ള ധൈര്യമില്ല. അപ്പൊ ഞാൻ പുള്ളീനെ, ഞാനന്ന് ചെറിയതാണ്, 18 വയസ്സോ 19 വയസ്സോ ഉള്ളൂ, അല്ല 20 വയസ്സാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പുള്ളി ഇങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ. അപ്പൊ എനിക്ക് നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യണം, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അന്ന് പുള്ളി ഫോണിൽ എന്നെയും വഴക്ക് പറയാൻ തുടങ്ങി. നീ പറഞ്ഞാൽ ഞാൻ അവിടെ അങ്ങനെയൊക്കെ എന്തോ പുള്ളി എന്നെ പറഞ്ഞ് അവസാനം ഞാൻ ആ ഒരു ഫയറിന്ന് നമ്മളിങ്ങനെ ഈ ചേട്ടനോട് ഇങ്ങനെ മാറിക്കങ്ങണെന്ന് ഞാൻ തള്ളിയ കറക്റ്റ് എനിക്ക് ഓർമ്മ, ഞാൻ എങ്ങനെ മാറി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അറിയാത്ത പോലെ ഒന്ന് മാറിയിട്ട് പുള്ളി ജസ്റ്റ് അങ്ങോട്ട് നിൽക്കാം. എന്റെ തോളത്തൊന്ന് പുള്ളി ജസ്റ്റ് ഒന്ന് മാറി നിന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതന്നെയായിരുന്നു സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. അതായിരുന്നു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ബാഡ് ഇൻസിഡന്റ്. പക്ഷെ ഈ കണ്ടു നിന്നവരാരും ഈ കുട്ടി എന്തുകൊണ്ട് മാറിക്കാൻ പറഞ്ഞു ആരും പ്രതികരിക്കുന്നില്ല. നമ്മൾ യൂഷ്വലി ചില വീഡിയോസിൽ കാണുന്ന പോലെ ആർക്കും ഇതിൽ തലയിടാൻ താല്പര്യമില്ല. അന്നത്തെ കാലത്ത് ഒട്ടുമില്ല. എന്നാൽ കുറച്ചുകൂടി ഒന്ന് പ്രതികരിക്കുന്ന ഒരു സമൂഹത്തിനെ കാണാൻ തുടങ്ങിയത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു ഇതിനു വേണ്ടി എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് കുറവായിരുന്നു. കാരണം ഇങ്ങനത്തെ ഇൻസിഡൻസ് അങ്ങനെ സ്ത്രീകൾ പൊതുവെ ഇതിങ്ങനെ സഹിക്കുന്ന കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ അവർക്കൊരു നാണക്കേട് കാരണം അവരത് സഫർ ചെയ്യും. സോ ആ ഒരു കാര്യം കൊണ്ട് മാത്രം ഇങ്ങനത്തെ ആരും പ്രതികരിക്കൂല. പ്രതികരിച്ചാൽ തന്നെ ആണുങ്ങൾ അത് സപ്പോർട്ട് ചെയ്യൂല. വിത്തൗട്ട് എവിഡൻസ് ആണെങ്കിൽ കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പുഷ് ചെയ്തപ്പോൾ ആരും ഇങ്ങനെ റിയാക്ട് ഒന്നും ചെയ്തില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്റെ സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി അങ്കമാലിയിലോട്ട് പോവാണ്. അപ്പോൾ ഈ സെയിം സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് ഇയാളുടെ മുഖം ഞാൻ മറക്കില്ല. ഞാനിപ്പോൾ കണ്ടാലും എനിക്ക് രേഖാചിത്രം വരച്ച് തരാൻ അറിയില്ല. പക്ഷെ ഇയാളുടെ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല മുടിയില്ല, ഷർട്ടും ഒരു മുണ്ടും, വെള്ള മുണ്ടും. ഇതാണ് പുള്ളിയുടെ ഒരു ലിറ്ററൽ രൂപം. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വീണ്ടും ഈ പുള്ളി ചാലിക്കൂടി എത്തിയപ്പോൾ അവിടെ നിന്ന് ബസ് കയറി. ഞാൻ ആകെ ടെൻഷൻ തുടങ്ങി. ഈ പുള്ളിനെ ഞാൻ കണ്ടു. ഈ പുള്ളി എനിക്ക് ഐ കോണ്ടാക്ട് വരെ തന്നു. പുള്ളിക്ക് എന്നെ ഓർമ്മയുണ്ടോന്നൊന്നും അറിയില്ല. ഓർമ്മയിടാൻ ചാൻസ് ഇല്ല. കാരണം ഡെയിലി ഈ പണി ചെയ്തുകൊണ്ട് ഏത് പെണ്ണിന്റെ അടുത്ത് അത് ഒപ്പിക്കണമെന്ന് പുള്ളിക്ക് അറിയില്ല. ഇത്തവണ ഇതുകൊണ്ട് ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ ആ സീറ്റ് വെറുത്തു. അതായത് ഇങ്ങനെ ഈ ലെഫ്റ്റിലിരിക്കുന്ന സീറ്റ് ഞാൻ വെറുത്തു. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വിൻഡോ സീറ്റാണ്. സീറ്റ് കിട്ടിയെങ്കിൽ ഞാൻ വിൻഡോ സീറ്റ് പ്രിഫർ ചെയ്യും. പക്ഷെ എപ്പോഴും നമുക്ക് സീറ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഞാൻ അന്നും ഇതുപോലത്തെ സീറ്റിൽ തന്നെയാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. ഈ പുള്ളി ലേഡീസ് സീറ്റിന് അവിടെ നിന്ന് കയറി, ലേഡീസിന്റെ സൈഡിൽ നിന്ന് കയറി. ഇത്തവണ ഈ പുള്ളി നിന്നത് എൻ്റെ അടുത്തല്ല, ഫ്രണ്ടിലത്തെ ഒരു കൊച്ചിന്റെ അടുത്ത്, എൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള, അതായത് നമ്മള് കേറില്ലേ ഡോറിന്, ആ ഡോറിന് ഫ്രണ്ടിലുള്ളൊരു സീറ്റ് ഉണ്ട്. അതിലാണ്, അതായത് ഡ്രൈവറിന്റെ ബാക്കിലും എന്നാൽ ഡോറിന്റെ നേരെയുള്ള ഒരു മൂന്നാമത്തെ റോയിലാണ് പുള്ളി നിന്നത്. കാരണം ബാക്കിൽ അത്ര തിരക്കുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഇവിടെ നിന്ന് പുള്ളി ഒപ്പിച്ചു ഇവിടെ സീറ്റ്. തിരക്കുള്ള ബസ് നോക്കി പുള്ളി കയറുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് എന്റെ ഫ്രണ്ടിൽ ഒരു കൊച്ചിരിപ്പുണ്ട്. ആ കൊച്ചും ഇതുപോലെ യൂണിഫോം ഇട്ടിരിക്കുന്ന കേട്ടോ. ആ കുട്ടി ഇതുപോലെ യൂണിഫോം ഇട്ടിരിക്കുന്നത്, ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഷർട്ടും ഡാർക്ക് ബ്രൗൺ കോട്ടും. ഈ കുട്ടിയുടെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാള് അടവെടുക്കാൻ തുടങ്ങി. ഇയാള് ചാരാൻ തുടങ്ങി കുട്ടിയുടെ മേത്ത്. ഈ കുട്ടി എന്താന്ന് വെച്ചാൽ ഇവിടെ പ്രതികരിച്ചില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കിത് എനിക്കറിയാം ഇയാൾ ഓൾറെഡി മെസ്ഡപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇയാളെ കാണുന്നുണ്ട്. എന്റെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടിയുടെ അടുത്ത് ഇയാൾ മിസ്ബിഹേവ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ആരും പ്രതികരിക്കുന്നില്ല. എനിക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല. ഞാൻ നിൽക്കുന്നത് ഇയാളെ അന്ന് ആട്ടി ഞാൻ വിട്ടതാണ്. ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. ചിലർ പ്രതികരിച്ചിട്ടുണ്ടാവും, ചിലർ പ്രതികരിച്ചിട്ടുണ്ടാവാതിരിക്കാം, എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇയാൾക്ക് എങ്ങനെ ഇത്ര ധൈര്യം? നമ്മളിപ്പോ ലിറ്ററലി ഇയാളെ ഞാൻ പൊക്കിയിട്ട് പോലീസ് സ്റ്റേഷൻ വരെ എത്തിക്കുകയാണെങ്കിലും ഇയാൾ എന്തെങ്കിലും കള്ള എന്റെ മേത്തിക്കിട്ട് ഞാൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും? എനിക്കൊന്നും അറിയില്ല. എന്റെ വീട്ടുകാരെ പോലും ചിലപ്പോ സപ്പോർട്ട് ചെയ്യൂല്ലോ എന്ന് എനിക്കറിയില്ല.
കാരണം നമ്മളെപ്പോഴും ഒതുങ്ങി ജീവിക്കാനാണ് എല്ലാവരും പഠിപ്പിക്കാറ്. നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യും. പക്ഷെ ഈ ബസ് പോലുള്ള സന്ദർഭങ്ങളിൽ ഇതൊക്കെ വളരെ ഒബ്വിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു മൈൻഡ് സെറ്റ് അവർ തന്നിട്ടുണ്ട്. നമ്മൾ പരമാവധി മാറിപ്പോകും ഇങ്ങനത്തെ സിറ്റുവേഷൻസ്, പ്രതികരിക്കാണ്ടിരിക്കുക, പ്രതികരിച്ച് പണി കിട്ടും എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മേത്ത് വന്ന് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് എങ്ങനെ പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഗേളിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ ഗേളിന്റെ അടുത്ത് ഇതാണെങ്കിൽ ചെറിയൊരു കൊച്ചാ, സ്ലിം ആയിട്ടൊരു ഗേള്. ഇങ്ങനെ ഭയങ്കര ഒരു കാം ആയിട്ടുള്ള ഒരു കൊച്ചായിരുന്നു അത്. ഇവളുടെ അടുത്ത് ചാരാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ ചേച്ചിമാരെ നോക്കി. ഞാൻ ലിറ്ററലി അവിടെ നിന്നിട്ട് ചേച്ചിമാരെ നോക്കാം. ആരെങ്കിലും അവിടെ തല തിരക്കില്ല. ആരെങ്കിലും ഈ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ലീൻ ചെയ്യുന്നെന്ന് കാണുന്നില്ലേ? കോമഡി എന്താന്ന് വെച്ചാല് കണ്ടക്ടർ ചേച്ചി ഉണ്ട്. ഈ കണ്ടക്ടർ ചേച്ചിയുടെ അടുത്ത് നമുക്ക് ചിലവരുടെ അപ്പിയറൻസ് കണ്ടാൽ ചെറിയ പേടി വരും. എനിക്കൊക്കെ അങ്ങനെയാണ്. ചിലവരുടെ അപ്പിയറൻസ് കണ്ട, ചിലവരുടെ സൈസ് കണ്ട, ചിലവർ ക്യൂട്ടാണെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും. പക്ഷെ ചിലവർ റഫ് ആൻഡ് ടഫ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കും ഇവർ കുറച്ച് മുടയാണ്, ഇവരുടെ അടുത്ത് കുറച്ച് ഇവരെ ട്രിഗർ ചെയ്യും, ഇവർക്ക് കുറച്ച് ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ കണ്ടാൽ തോന്നും. അപ്പോൾ അതുപോലെയൊക്കെ അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരെ എനിക്ക് ധാരണയുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ കണ്ട് വളർന്ന ആൾക്കാരെ ഞാൻ ചിലത് സിമ്പിളൈസ് ചെയ്തിങ്ങനെ വെക്കും. നമ്മൾ ഇന്നാളിങ്ങനെയാണ്, നമ്മുടെ മനസ്സിലൊരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവും. അപ്പൊ കണ്ടക്ടർ ചേച്ചി നല്ല വണ്ണത്തിലൊരു ചേച്ചിയാണ്, നല്ല വണ്ണമുണ്ട് ചേച്ചിക്ക്. അപ്പോൾ എനിക്ക് ആ ചേച്ചിയുടെ ടിക്കറ്റ് എന്താ, എൻ്റെ കയ്യിലാണെങ്കിൽ 500 രൂപയുടെ നോട്ടുള്ളത്. എൻ്റെ കയ്യിൽ ക്യാഷ് 500 രൂപ നോട്ട് മാത്രമേ, ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഓൾറെഡി ഇങ്ങനെ ഈ 500 ചേഞ്ച് ആക്കി ചേച്ചിയുടെ മുഖം വീർക്കുന്നത് കാണുന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞാനിങ്ങനെ ഇരിക്കുക. ചേച്ചീനെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ചെറിയൊരു പേടി തോന്നി. ഞാൻ ചേച്ചി ഇനി വൺ സീനാക്കോ ദൈവമേ. അങ്ങനെ അല്ല, ചിലർ നമ്മളെ പബ്ലിക്കായിട്ട് തന്നെ നാട്ടിക്കും. ഇത് 500 രൂപ നോട്ട് കൊണ്ടാണോ ബസ്സിൽ കയറുന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്നാ ചേച്ചിന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് ചേച്ചിയുടെ അടുത്ത് പറയാനുണ്ടായിരുന്നു, ഈ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ചാരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, ഈ ചേച്ചിക്കാണ് നല്ല നല്ല തണ്ടും തടിയുണ്ട്, നല്ല അത്യാവശ്യം നല്ല ഫിസിക്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിസിക് അത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചേച്ചിയുടെ അടുത്ത് കാര്യമാണ് നടക്കുന്നു. കണ്ടക്ടർ ചേച്ചിയുടെ അടുത്ത് ഞാൻ പോയി. ഞാൻ ആ സീറ്റിൽ നിന്ന് പോയി. സീറ്റിൽ നിന്ന് എന്നെക്കാനൊക്കെ ഭയങ്കര ചമ്മല. എല്ലാരും ഉപലിച്ചിട്ട് നമ്മളിങ്ങനെ എഴുന്നേറ്റ് പോകാന്നൊക്കെ പറഞ്ഞാൽ പട്ടി ശോധനയായിരിക്കും. പക്ഷെ നമുക്ക് ലിറ്ററലി ആ കുട്ടിയോട് അനുഭവിക്കുന്ന സാധനം ഫേസ് ചെയ്യണം. എനിക്ക് നടക്കുമ്പോ എനിക്ക് പറയാനൊരു കോൺഫിഡൻസ് ഉണ്ട്, മാറി നിൽക്കുന്നത്. ഇത് വേറെ ആൾക്ക് നടക്കുമ്പോ ആ കുട്ടിയും ഇയാളും തമ്മില് എനിക്ക് അങ്ങോട്ട് ആ ഒരു ഇതിലേക്ക് എനിക്ക് അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. കാരണം ആ കുട്ടി സൈലൻസ് ആ വെക്കുക. അതാണ് പോയിന്റ്. അവള് സൈലൻസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ വരിക്കും, ഞാൻ റിയാക്ട് ചെയ്തിട്ട് ഇതല്ലേ. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയി. ഈ കുട്ടി മിണ്ടുന്നുമില്ല. ഞാൻ എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു. ചേച്ചിയുടെ അടുത്ത് പോയി എന്റെ ബാഗിന്റെ സീറ്റ് വെച്ചാൽ ഇങ്ങനെ സീറ്റ് പോകും. ഞാൻ ഇവിടെ ഒരു ചേച്ചി മുകളിൽ എന്റെ നിൽപ്പുണ്ടായിരുന്നു. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞത് എന്റെ സീറ്റ് ഞാൻ ഇപ്പൊ പോയിട്ട് വരുന്നു പറഞ്ഞിട്ട് ഞാൻ പോയി. എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു, ആ ചേച്ചി ഫ്രണ്ടിലാ, ബസ് ഡ്രൈവറിന്റെ ലെഫ്റ്റിലത്തെ സീറ്റിലാ ചേച്ചി ഇരിക്കുക. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ബാക്കിൽ ഒരാള് ഒരിങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പേടിച്ചിട്ട് വീണ്ടും എനിക്ക് പേടി ഇങ്ങനത്തെ നല്ല റിയാക്ട്. ഞാൻ അവിടെ ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചേച്ചി അയ്യോ, ആ ചേച്ചിയുടെ സൈസ് പോലെ ആയിരുന്നില്ല സൗണ്ട്, ഭയങ്കര ചെറിയ സൗണ്ട്. ചേച്ചി അയ്യോ എനിക്ക് പേടിയാ, ഞാൻ പറയില്ല എന്ന്. അതുകൂടി കേട്ടപ്പോ എന്റെ കിളി പോയി. ഞാൻ വിചാരിച്ചു ഇതിപ്പോ എന്റെ തലയിലായാലും ദൈവം എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ ആകെ ചമ്മിയ പോലെ, ആരും കേട്ടിട്ടൊന്നുമില്ല. അല്ല, അവിടെ ഇരിക്കുന്ന ഏതോ ചേച്ചിമാരൊക്കെ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചി അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോഴും അയ്യോ ഞാനിങ്ങനെ പറയില്ല എന്ന്. എനിക്ക് പേടിയ മോളിന്ന്. അപ്പൊ ഞാൻ ഈശ്വര, ഞാനൊക്കെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ച് സീറ്റിൽ വന്നിരുന്നു. ഇയാളെപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ കുട്ടി ഒതുങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ സൈഡിലോട്ട്. ഇവിടെ രണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ലിറ്ററലി ഞാൻ ഈ കുട്ടീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാം. എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല പ്രതികരിക്കാനായിട്ട്. പ്രത്യേകിച്ച് എന്നെ പോലെ ഇൻട്രോവേർട്ടിന്, പ്രത്യേകിച്ച് കാര്യങ്ങൾ കോൺസിക്വൻസ് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് പറയാൻ എളുപ്പമല്ല. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടി ഇത്ര കാലം സൈഡിലോട്ടാണ് ലീൻ ചെയ്തത്. എനിക്ക് കുട്ടിക്ക് ഇത്തിരി കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ആളാണ്, നല്ല ഹൈറ്റ് ഉണ്ട് അവൾക്ക്. പക്ഷെ ഇതിനെ പ്രതികരിക്കാൻ അവൾക്ക് പറ്റിയില്ല. അപ്പൊ ഇത്ര കാലം ഇങ്ങനെ ലീൻ ചെയ്ത ആളെ പെട്ടെന്ന് അവള് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യാൻ തുടങ്ങി. അവൾ ഇങ്ങനെ ലീൻ ചെയ്തു പോയി. അതായത് അയാൾ ചാരുന്നനുസരിച്ച് അയാള് സീറ്റ് നമ്മൾ സീറ്റിന് ഇവിടെയാണ് അത് ലീൻ ചെയ്യുന്നത്. അപ്പൊ അവള് ഫ്രണ്ടിലോട്ട് ചെയ്യുന്നപ്പോ ഇയാളായിട്ടുള്ള ഫിസിക്കൽ കണക്ഷൻ കട്ടാവെന്ന് വിചാരിച്ചു. അങ്ങനെ അവള് ലീൻ ചെയ്തപ്പോ എന്റെ കൺട്രോൾ പോയി. അങ്ങനെ ചെയ്തപ്പോ എന്റെ കൺട്രോൾ പോയി. കാരണം എനിക്ക് മനസ്സിലായി എക്സ്ട്രീം സഫറിങ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ചോദിച്ചു, ഞാൻ ആളെ മാറ്റി എന്ന് വായി തോന്നിയത് എന്തൊക്കെയോ അയാളെ വിളിച്ചു. എനിക്ക് എങ്ങനെയും അയാൾ അത് സ്റ്റോപ്പ്, കാരണം അത്രയും ലേഡീസ് ഉണ്ടായിട്ടും അയാൾ ആ ഫ്രണ്ടിൽ നിൽക്കാനുള്ള ധൈര്യവും
അപ്പൊ അത് എനിക്കറിയില്ല, ലേഡീസ് ആണെങ്കിൽ പ്രതികരിക്കുന്നേ ഇല്ല. ഞാൻ അയാൾ പറഞ്ഞു മാറിക്കോ, ഞാൻ പറഞ്ഞു ഇങ്ങനെ മാറിക്കോന്നല്ല പറഞ്ഞത്, പട്ടി ഇപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കാണിച്ചത്, പണ്ടത്തെ അതേ സാധനം തന്നെ. മാറിക്കങ്ങട് മാറി, വൻ ചൂടാവല്. അയാൾക്ക് ചൂടായിട്ട് അയാൾ എനിക്ക് ഇങ്ങനെ മാറ്റണം, ഞാൻ ഭീകരത പരത്തുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല, മാറ്റാം. ആ കുട്ടിയപ്പോ ഇങ്ങനെ ഒരു ബാഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അയാൾ മാറി. അല്ല, ഏതോ ചേട്ടനെ ഇടപെടും, ഇറങ്ങാൻ നിൽക്കുന്ന ഏതോ ചേട്ടൻ ലേഡീസിന്റെ സൈഡിലൂടെ ഇറങ്ങാൻ നിൽക്കുന്ന പോയ ബാക്കി പോയെന്ന് പുള്ളിയോട് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നൈസായിട്ട് സ്കൂട്ടായി. ഈ പ്രശ്നം അനുഭവിച്ച് കുട്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. അവൾ വന്നിട്ട് എന്നോട് താങ്ക് യു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നേ, എത്രയോ പേരിങ്ങനെ സഫർ ചെയ്യുന്നുണ്ടെന്ന് അറിയോ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റാണ്ട്. എനിക്ക് ചെറിയൊരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം ചിന്തിക്കുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ എപ്പോഴും പുറത്തു പോകണേ ഞാൻ എപ്പോഴും ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ നോക്കും ഫീമെയിൽസ് ആയിട്ട്. ലൈക്ക് എനിക്കറിയാം ഈ ലോകത്ത് കുറെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ നെഗറ്റീവ് കേൾക്കുമ്പോൾ എല്ലാവരും പ്രൊട്ടസ്റ്റിനും അതിന് ഇതിനൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റുന്നില്ലേ? ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് കയറി ഇടപെട്ടുകൂടാ. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്കുണ്ട്. കാരണം ഇതുപോലത്തെ കേസസ് ഒക്കെ വരുമ്പോൾ ഞാൻ നല്ല മൂഡ് ഔട്ടാ വീട്ടില്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ന്യൂസ് ഒക്കെ വരുമ്പോ എന്റെ മൈൻഡ് പെട്ടെന്ന് അപ്സെറ്റ് ആവും അങ്ങനത്തെ കാര്യങ്ങളിൽ. അത് നമ്മൾ എന്തുകൊണ്ട് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയിരുന്നതായിരുന്നോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. ഒരു ഫീമെയിൽ ഇത് തൊട്ടറിഞ്ഞെങ്കിൽ അവളൊന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ സ്വയം റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ഞാനിങ്ങനെ കുറെ മൂഡ് ഔട്ട് ആവും. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും എന്റെ സർക്കിളിലോ അല്ലെങ്കിൽ എന്റെ അടുത്ത് നിൽക്കുന്ന എന്റെ ഫ്രണ്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ഇടപെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ നോക്കും. തിരിച്ച് ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് മിണ്ടാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ ആരെങ്കിലും എനിക്ക് ഐ കോണ്ടാക്ടിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയത്. നമ്മള് നമ്മളങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്ന ഹ്യൂജ് കാര്യം അത്. അപ്പോ അന്ന് അയാൾ ഇറങ്ങിപ്പോയി. ആ കുട്ടി ഇങ്ങനെ നല്ല രീതിക്ക് എനിക്ക് മനസ്സിലായി അവർക്ക് പ്രതികരിക്കാനുള്ള ബുദ്ധിമുട്ട്. എന്നെ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീമെയിൽസിനും പ്രതികരിക്കുക. 100-ൽ 1 കുട്ടിയായിരിക്കും ചിലപ്പോൾ പ്രതികരിക്കുക. ഞാൻ തമാശ പറഞ്ഞതല്ല, ജെനുവിൻലി പറയാണ്. കാരണം നമ്മളിപ്പോ കുറെ കേസസുകൾ കാണുന്നുണ്ട്, മെയിലിനെ വിക്ടിം ആക്കിയിട്ട് അത് എന്താ പറയാ, അവരെ ഇങ്ങനെ വെറുതെ ഫേക്ക് അലിഗേഷൻസ് ഒക്കെ ഉണ്ടാക്കില്ല മെയിൽസിനെതിരെ. അതുപോലത്തെ ഒരു ജനം വേറെ ഉണ്ട്. എന്നാൽ ജെനുവിനിലി ഒരു കേസ് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കര കുറവാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം സ്ത്രീകൾ ബാക്കിയുള്ളവരെ കുറിച്ച് കോൺഷ്യസ് ആണ്. ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഫാമിലി ഉണ്ട്, അവരും ആരെങ്കിലും അച്ഛനാണോ ചേട്ടനാണോ അനിയനാണോ എന്നുള്ള തോട്ട് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചില ചില സിറ്റുവേഷൻസ് നമ്മൾ പ്രതികരിക്കാണ്ട് ഇരുന്ന് പോകും, നമ്മളിങ്ങനെ ചിന്തിച്ച്. പക്ഷെ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒന്നുമില്ല. അവര് നോക്കാണ്ടാണ് അവരിങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് മിസ്ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ ട്രിഗർ ആവാൻ കാര്യം എന്താന്ന് വെച്ചാല്, 2 ദിവസം മുമ്പ് ഈ പുള്ളിനെ വീണ്ടും ഞാൻ അങ്കമാലി പോയപ്പോ ചാലിക്കുടി സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ ശരിക്കും ഇപ്പൊ ഇത്രയും ഒരു 3 കൊല്ലത്തിന് ശേഷം ഞാൻ അയാളെ കണ്ടു. എനിക്ക് എന്തോ പോലെ ഞാൻ അല്ലെങ്കിൽ ഇയാളെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. ഇയാൾ ഫുൾ നോക്കി എനിക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷെ പറ്റിയില്ല. അപ്പൊ പുള്ളി എന്റെ ബസ്സിൽ കയറില്ല എന്നുള്ള അവസ്ഥയാണ്. പിന്നെ ഞാൻ ആലോചിച്ചു, എന്റെ ബസ്സിൽ കേട്ടതുണ്ടെങ്കിൽ ഞാൻ പലതും പറയും. പിന്നെ ഞാൻ വേറെ ആളുടെ ബസ്സിൽ കെട്ടി ഇയാൾ ഇതന്നെ ഒപ്പിക്കാൻ പോകുന്നത്, സെയിം സാധനം ഒപ്പിക്കാൻ പോകുന്നത്. കാരണം ഇതുവരെ പോലീസിന്റെ കയ്യിൽ പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലുക്ക് വൈസ് പോലും പുള്ളി ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ഹ്യൂമൻ ബീങ്. നമുക്ക് ഒരിക്കലും ഇയാളെ അങ്ങനെ തോന്നേയില്ല. അതുപോലത്തെ ഒരു പ്രകൃതം. എന്തോ ഒരു പണിക്ക് പോകുന്നൊരു ചേട്ടൻ അങ്ങനെ തോന്നുന്നു. അപ്പൊ എന്റെ ബസ്സിലാവുന്ന ഞാൻ പ്രാർത്ഥിച്ചു, ഭയത്തിന് എന്റെ ബസ്സിലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ ബസ്സിൽ കയറിയിട്ട് വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ട് അവരത് റിയാക്ട് ചെയ്യാണ്ട് വീട്ടിൽ പോയിട്ട് ട്രോമയായിട്ട് അങ്ങനെയൊന്നും ആവരുതെന്ന് എന്റെ പ്രാർത്ഥന. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളും പ്രതികരിക്കണം. വളരെ മോശമായിട്ട് രീതി പ്രതികരിച്ചില്ലെങ്കിലും, മൊബൈലിൽ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും വന്ന് നിങ്ങൾ അത് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫിസിക്കലി അയാളായിട്ട് എന്തെങ്കിലും അയാളെ തൊടേ കൈമ പിടിക്കാൻ വരെ അല്ലെങ്കിൽ പിടിച്ചിട്ട് പോവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ച് എറിഞ്ഞു, എനിക്ക് അത്ര പറയാനുള്ളൂ. പ്രതികരിക്കാണ്ടിരിക്കരുത് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ. കാരണം നമ്മളെ പ്രതികരിക്കുന്നത് കണ്ടാണ് ബാക്കിയുള്ളവർ പ്രതികരിക്കുന്നത്. നമ്മൾ സൈലന്റ് ആയിട്ടിരുന്ന ആരും പ്രതികരിക്കില്ല ഇതിനെതിരെ. ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്കാണ് ഇതൊക്കെ നടക്കുന്നെങ്കിൽ അവരൊന്നും പ്രതികരിക്കില്ല. നമ്മളെ കണ്ടിട്ടാണ് ഇവരൊക്കെ വളരുന്നത്. അയ്യോ നമ്മൾ സൈലന്റ് ആയിട്ട് സഫർ ചെയ്യുക, അത് ഭയങ്കര പ്രശ്നമാവും. ചില അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ വന്നാൽ അവര് ചിലപ്പോൾ കയ്യിലെ കൊച്ചുണ്ടാവും. അപ്പൊ ഇതുപോലത്തെ കേസസ് വരുമ്പോ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള അമ്മമാരൊക്കെ ആയിരിക്കും. അങ്ങനെ ലോകപരിചയോ ഒന്നുമില്ലാത്ത ചില ഇൻട്രോവേർട്സ് അല്ല, ലോകം കാണാത്ത ചിലവരൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് ബസ്സിൽ കയറാം. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസൊക്കെ വരുമ്പോ ഇവര് പ്രതികരിച്ചേ മതിയാവും.
കാരണം കണ്ടു നിൽക്കുന്ന ആരും പ്രതികരിക്കുന്നു വിചാരിക്കണ്ട. കൂടെയുള്ള ചേട്ടന്മാരൊന്നും പ്രതികരിക്കൂല. നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഫൈറ്റ് ചെയ്യാനുള്ളൂ. നമ്മൾ ഫൈറ്റ് ചെയ്താൽ ചിലപ്പോൾ ലോകം അതിന് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഈ കൂടെയുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇത്രയുള്ള എൻ്റെ ഇൻസിഡന്റ്. സ്ഥിരമായിട്ട് ഞാൻ ചാലക്കുടി വെച്ച് കാണുന്നൊരു പുള്ളിയാണ്. പുള്ളി അങ്കമാലിയിൽ നിന്ന് കയറിയിട്ടുണ്ട്. ചാലക്കുടി അങ്കമാലി ഈ 2 സ്റ്റാൻഡുകളിൽ നിന്നാണ് പുള്ളി കയറുന്നത്. അങ്കമാലി വെച്ച് ഞാൻ ഒരു തവണ പോയപ്പോഴും ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ഇയാൾ അവിടെ നിൽക്കുന്നത്. തിരക്കുള്ള ബസ് നോക്കി ഇങ്ങനത്തെ ഒരു വെയിറ്റ് ചെയ്യുന്നത്. ഇതുവരെ പിടിക്കപ്പെട്ടിട്ടുമില്ല. പിടിക്കപ്പെട്ടിട്ട് പോലും ഈ ഒരു ക്യാരക്ടർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. സോ ഇങ്ങനത്തെ ആൾക്കാരെ നിന്നൊക്കെ നമ്മൾ പ്രതികരിച്ച് വേണം രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ ഗൈസ്, വേറെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇതുപോലത്തെ വല്ല വീഡിയോസുമായിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം. അപ്പം അതുവരെയ്ക്കും ടാറ്റാ.